ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാരിനെ പ്രശംസിച്ച NSS. ശബരിമലയിൽ ജനവികാരം മനസ്സിലാക്കി സർക്കാർ നിലപാട് മാറ്റി. നിലപാട് മാറ്റത്തിൽ വിശ്വാസികൾ ഇപ്പോൾ സന്തോഷിക്കുന്നു. സ്വർണ്ണക്കൊള്ളയിൽ രാഷ്ട്രീയ താൽപര്യങ്ങൾ വെച്ചുള്ള ദുഷ്പ്രചരണങ്ങൾ തെറ്റാണെന്നും NS വ്യക്തമാക്കി. മന്നം ജയന്തി പ്രതിനിധി സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ നടത്തിയ സംഘടനാ വിശദീകരണത്തിലാണ് NSS നിലപാട്. ടോബി ജോൺസൺ ഉയർന്നു വച്ചിരുന്നു. ടോബി, നേരത്തെയൊക്കെയുള്ള കാലഘട്ടങ്ങൾ അത്തരത്തിൽ ഒരു ക്ഷേത്രമായി കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണക്കൊള്ള വിഷയമുണ്ടെങ്കിൽ കടുത്ത ഭാഷയിൽ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കടന്ന ഭാഷയിൽ ഉള്ള വാക്കുകൾ ഉപയോഗിച്ച് വിമർശിക്കുന്ന ആളാണ് G. സുകുമാരൻ നായർ. ഇക്കുറി പക്ഷേ അത്തരത്തിലുള്ള കടുത്ത വിമർശനമൊന്നും ഇക്കാര്യത്തിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ടായില്ല എന്ന് വിമർശനം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണോ ഈ ഒരു പ്രതികരണം കൂടി വരുന്നത്? ടോബി. ഹാഷ്മി, തീർച്ചയായിട്ടും ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ മുൻപ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്ത് വിഷയങ്ങൾ വന്നാലും അതിൽ കൃത്യമായിട്ടുള്ള നിലപാടുകൾ NSSൻ്റെതായി അദ്ദേഹം ശക്തമായിട്ട് തന്നെ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ സ്വർണ്ണക്കൊള്ള വന്നതിന് ശേഷവും നമ്മൾ ഈ വിഷയത്തിൽ പലതവണ അദ്ദേഹത്തിനോട് നിലപാടുകൾ ചോദിച്ചിരുന്നു. അന്നെല്ലാം അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പോൾ സംഘടനാ വിശദീകരണവുമായി അദ്ദേഹം നൽകിയിരിക്കുന്നത്. അതായത് ഈ സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നടക്കുകയാണ്, കോടതിയും സർക്കാരും അതിൽ കൃത്യമായി നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം പുരോഗമിക്കട്ടെ. ഏതെങ്കിലും തരത്തിൽ ഒരു വീഴ്ച സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് കൃത്യമായ ദിശയിലല്ല പോകുന്നതെങ്കിൽ അപ്പോൾ അഭിപ്രായം പറയാമെന്നുള്ളൊരു നിലപാടാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അദ്ദേഹം സ്വീകരിച്ചത്. അത് തന്നെയാണ് ഇപ്പോൾ ഈ വിശദീകരണമായി മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിനിധി സമ്മേളനത്തിലും അദ്ദേഹം നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, ശബരിമലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സർക്കാരിനെ പിന്തുണയ്ക്കുന്ന നിലപാട് NSS സ്വീകരിച്ചിരുന്നു. അതൊക്കെ എന്തുകൊണ്ടാണെന്ന് കൃത്യമായി അക്കമിട്ട് നിരത്തി അദ്ദേഹം വിശദീകരിക്കുന്നുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ട കോടതി വിധി സർക്കാർ എടുത്തതിനെ തുടർന്ന് വലിയ വിമർശനങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് സർക്കാർ ആ തീരുമാനമെടുത്ത് കോടതി വിധി നടപ്പാക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിയത്. പക്ഷേ ജനവികാരം മാനിച്ച് സർക്കാർ ആ നിലപാട് മാറ്റി. അത് വിശ്വാസികൾ സന്തോഷത്തോടെ നോക്കിക്കാണുന്നു എന്നുള്ളൊരു നിലപാട് കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് അതിനുശേഷം വന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട വിവാദം. അതിൽ പങ്കെടുത്തത് അത് ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമായിരുന്നു. അതുകൊണ്ട് തന്നെ NSSന് അതിൽ നിന്നും വിട്ടുനിൽക്കാൻ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ടാണ് പ്രതിനിധിയെ അയച്ചതെന്നുകൂടി വിശദീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സർക്കാരിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സുകുമാരൻ നായർ സ്വീകരിച്ചു വന്നിരുന്നത്, NSS സ്വീകരിച്ചു വന്നിരുന്നത്. അക്കാര്യത്തിൽ ഈ പ്രതിനിധി സമ്മേളനത്തിലും ഒരു വിശദീകരണം അദ്ദേഹം നൽകിയിരിക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇനി എന്തൊക്കെ നടക്കുമെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ടില്ല. ആ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വിഷയത്തിൽ, സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ വലിയ വിമർശനങ്ങളിലേക്ക് പോകേണ്ട എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഇപ്പോഴും സുകുമാരൻ നായരും NSSും സ്വീകരിച്ചിട്ടുള്ളത്. ഹാഷ്മി, ആ പ്രശംസാ സ്തുതി നിലപാടുകൾ അത് G. സുകുമാരൻ നായരുടെ വ്യക്തിപരമായ അവകാശമാണ്, അദ്ദേഹത്തിന് ഇത് പറയാം. പക്ഷേ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള നമ്മൾ നാട് കാണാത്ത വണ്ണമുള്ള ഒരു കൊള്ളയാണ്. അത് കേരളത്തിൻ്റെ അഭിമാന ക്ഷേത്രം. അതിൽ NSS എന്ന് വേണ്ട, SNDP എന്ന് വേണ്ട, ശബരിമലയിൽ വിശ്വസിക്കുന്ന എല്ലാ ഭക്തരുടെയും ഉള്ളകം പൊള്ളിച്ച അല്ലെങ്കിൽ അവരെയൊക്കെ മുറിവേൽപ്പിച്ച വലിയ ഒരു സംഭവമാണ്. അത് കേവലം കവർച്ചയല്ല. അതിൽ സമുദായാംഗങ്ങളുടെ നിലപാട് കൂടി കണക്കിലെടുത്താണോ അതിൽ സർക്കാരിനൊപ്പം നിൽക്കാം എന്ന് സുകുമാരൻ നായർ തീരുമാനിക്കുന്നത്? ടോബി. സമുദായ അംഗങ്ങൾക്ക് ഇതിൽ വ്യത്യസ്ത നിലപാടുകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളത് കണ്ടതാണ്. കാരണം ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുണ്ടായ ചില പ്രതിഷേധങ്ങൾ, സുകുമാരൻ നായർക്കെതിരെയും അതുപോലെ തന്നെ ആ നിലപാടുകൾക്കെതിരെയും ഉണ്ടായ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. അതേ നിലപാട് തന്നെ താഴെത്തട്ടിൽ നോക്കുകയാണെങ്കിൽ NSSൻ്റെ ഘടകങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ എന്ന് സുകുമാരൻ നായർ വിശേഷിപ്പിക്കുന്ന പോലെ പല സ്ഥലങ്ങളിലും പ്രതിഷേധങ്ങളുണ്ട്. പക്ഷേ അതൊരു NSSൻ്റെ നിലപാടായി ഒരു ശക്തമായ എതിർപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. കാരണം മുഖ്യമന്ത്രിയുമൊക്കെ ആയിട്ടുള്ള വളരെ അടുത്ത ബന്ധം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ ഇപ്പോൾ വിമർശിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വിഷയത്തിൽ തന്നെയാണെങ്കിലും സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് കൂടി നമ്മൾ കാണേണ്ടതാണ്. അതായത് കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്, ആ അന്വേഷണം നടക്കട്ടെ എന്നുള്ളൊരു നിലപാടാണ് സർക്കാരിനുള്ളത്. അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ പത്മകുമാറിനെ പോലെയുള്ളവർ CPM ഇപ്പോഴും പുറത്താക്കിയിട്ടുള്ള നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യമാണ് ബാക്കിയാകുന്നത്. അങ്ങനെ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊന്നും തങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. കോടതിയുടെ മേൽനോട്ടത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം സർക്കാരിന് പൂർണ്ണമായ വിശ്വാസമാണ് G. സുകുമാരൻ നായർക്ക്. പക്ഷേ നേരത്തെ ഒരു കാലത്ത് അങ്ങനൊന്നും ആയിരുന്നില്ല. ഈ ശബരിമല വിഷയത്തിലൊക്കെ ഉപയോഗിക്കാൻ കഴിയാവുന്ന മൂർച്ചയുടെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട്, കടുത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പല വിഷയങ്ങളിൽ G. സുകുമാരൻ നായർ തന്നെ ഉണ്ടായിട്ട് പലപ്പോഴും അതിരുകടന്ന പ്രതികരണമാണല്ലോ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു സംയമനത്തിൻ്റെ പാതയിലാണ് G. സുകുമാരൻ നായർ. അപ്പോൾ അന്വേഷണം നടക്കട്ടെ. അതിൽ സർക്കാർ ഏതെങ്കിലും തരത്തിൽ അതിൽ രാഷ്ട്രീയ ദുഷ്ടത സംശയിക്കേണ്ടതില്ല.
അന്വേഷണത്തിലും സർക്കാർ നിലപാടിലൊക്കെ ജി സുകുമാരൻ നായർക്കും പെരുന്നയ്ക്കും പൂർണ്ണമായ വിശ്വാസമാണ്. ടോബി ജോൺസൺ ആ വാർത്തയുടെ വിവരങ്ങൾ പറയുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.